അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് സ്വർണവും മനുഷ്യനും. അക്കാലത്ത് മുട്ടസ് നമ്പൂതിരിയെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കം. ധനാഢ്യൻ, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഇരുമ്പു നിലങ്ങളുടെ ഉടമസ്ഥൻ. മനയിൽ വരുന്നവർക്ക് എത്ര ദിവസം വേണമെങ്കിലും അതിഥിയായി കൂടാം. നമ്പൂതിരിമാരെ ഏതു വിഷയത്തിലും ചർച്ച ചെയ്യാം. വേദങ്ങൾ പച്ചവെള്ളം പോലെ പാണ്ഡിത്യത്തിന്റെ നിറകുടം. ഇത് മാത്രമോ നമ്പൂതിരിക്ക്? അല്ലേ അല്ല. മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിഹസിക്കുകയും ചെയ്യും. എങ്ങട്ടാ ധൃതി? എന്ത് ധൃതി? ആറാട്ടുപുഴ വരെ പോണം. മുട്ടാൽ പൂരം കാണണം. എന്നാൽ പോയി വരൂ. എടോ, താൻ ഈ പെട്ടി എന്റെ തലയിൽ വെച്ചിട്ട് പൊക്കോ. പൂരമെല്ലാം കണ്ടിട്ട് വന്നാ മതി. തിരുവായില്ലല്ലോ. തലയിൽ പെട്ടിയും ചുമന്നിരിക്കുന്നത് വല്ല നേർച്ചയുമാണോ? ഒരു നേർച്ചയുമല്ല. ഇതെന്റെ ആധാരപ്പെട്ടിയാണ്. ഇത് തുറന്നു നോക്കിയാൽ എന്റെ തറവാട്ടിൽ എത്ര സ്വത്തുണ്ടെന്നറിയാം. ഞങ്ങൾ ആരും ഞങ്ങളുടെ സ്വത്ത് വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഇല്ലേ? നിങ്ങളുടെ ഭാര്യമാരുടെയും ആഭരണങ്ങൾ കണ്ടാൽ അറിയാമല്ലോ അത്. ഞാൻ അങ്ങനെ സ്വർണത്തെ ഇച്ഛത്തില്ല. എന്റെ വേലിയും സ്വർണത്തിൽ പൊതിഞ്ഞു വന്നിട്ടില്ല. ആർഭാടത്തോടുള്ള നമ്മുടെ ഭ്രമം അവസാനിപ്പിക്കണം. ആഭരണത്തിലോ അല്ല നമ്മുടെ തരവും അന്തസ്സും. ആഡംബരം ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കും. നന്ദി, നമസ്കാരം.